ഹായ്. ഇന്ന് ഞാൻ എൻ്റെ മെൻറ്റർ കാൽസോൾ പ്രവീൺ കാൽവിൻ സാറിൻ്റെ ഒരു മീറ്റിങ്ങിലാണ്. സാറിൻ്റെ നിർദ്ദേശമനുസരിച്ച് തന്നെ ഇന്ന് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ പല കാര്യങ്ങളും ചെയ്തു വരുന്നത് നമുക്ക് പ്രത്യേകിച്ചൊരു ഗൈഡൻസ് കിട്ടിയിട്ടൊന്നും അല്ല. നമ്മളുടെ സ്കൂളുകളിൽ നമുക്ക് കിട്ടിയ അറിവുകൾ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ചു വന്നതും നമ്മുടെ മക്കളെ വളർത്തിയതുമൊക്കെ. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറി. കാലത്തിനൊത്ത രീതിയിൽ മക്കളെ വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പരിശീലിച്ചേ പറ്റൂ. ഇങ്ങേയറ്റം AI സാധ്യതകളെക്കുറിച്ച് പോലും നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാൻ നമ്മളുടെ മക്കളെയും പരിശീലിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ 31 വർഷത്തെ സ്കൂൾ എക്സ്പീരിയൻസ് കൊണ്ടും അതുകൂടാതെ ഞാൻ NSDCയുടെ ട്രെയിനിങ് എടുത്തതിന് ശേഷം ഉള്ള കോച്ചിങ് എക്സ്പീരിയൻസ് കൊണ്ടും ഞാനൊരു വലിയ സത്യം മനസ്സിലാക്കി. ഹ്യൂമൻ പവറാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ആറ്റം ബോംബ്, മാനവ വിഭവശേഷി. ഒരു കുട്ടിയുടെ ഹ്യൂമൻ പവർ വെളിയിലെടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ആ കുട്ടി എന്തെല്ലാം കാര്യങ്ങൾ കാണാതെ പഠിച്ച് മാർക്ക് വാങ്ങിച്ചാലും ആ കുട്ടിയുടെ ജീവിതത്തിൽ അത് ഉതകാൻ പോകുന്നില്ല. കാരണം ജീവിതമെന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു യാത്രയാണ്. അത് പരീക്ഷകളിൽ A+ മേടിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളും ഈ ജീവിതത്തിൽ പഠിക്കേണ്ടതുണ്ട്. എൻ്റെ ലക്ഷ്യം ഇന്ന് കുഞ്ഞുങ്ങളെ കൃത്യമായ രീതിയിൽ ജീവിതം പഠിപ്പിക്കുക, നിത്യേന പരിശീലിപ്പിക്കുക മാത്രമല്ല, എങ്ങനെ സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് ഏറ്റവും നന്നായി ഇവിടെ ജീവിക്കാമെന്ന് കൂടി പരിശീലിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു മിഷൻ, എൻ്റെ ഹൃദയത്തിന് ചേർന്ന കാര്യം ചെയ്യാൻ വേണ്ടി ഇത്രയേറെ പരിശ്രമിക്കുന്നത്. കാരണം നമ്മളുടെ ജീവിതമൊക്കെ ഇത്രയൊക്കെയായി, നമ്മൾ റിട്ടയർഡായി. പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കാൻ ഒരാൾ. പലപ്പോഴും പഠിക്കുന്ന കാര്യം പറയുമ്പോൾ അമ്മയും അച്ഛനും മക്കളും കൂടി ഉണ്ടാവുന്നൊരു വഴക്ക്, അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സ് പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് സ്വയം പര്യാപ്തമാകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം കുട്ടികളെ ബാധിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നും ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. എൻ്റെ ബാല്യത്തിൽ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആയപ്പോൾ എന്നെ ഒരു അധ്യാപിക നിനക്ക് കഴിവുണ്ടോ എന്ന് ചോദിച്ച്, ഞാൻ നന്നാകാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. പക്ഷെ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു വേദന, പിന്നീട് വർഷങ്ങൾ ഞാൻ ശ്രമിച്ചിട്ടും എനിക്കത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഓരോ കുഞ്ഞുങ്ങളും 6ാം ക്ലാസ് 5ാം ക്ലാസ് അല്ലെങ്കിൽ SSLC ഓരോ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന വേദനകളെ കുറിച്ച് ഞാൻ സ്വയം അനുഭവിച്ചാണ് അന്ന് അതിൽ നിന്ന് തിരിച്ചു കയറാനായിട്ട് പരിശ്രമിച്ചത്. പക്ഷേ എനിക്കതിൽ നിന്ന് തിരിച്ചു കയറാൻ ഒരുപാട് കാലം എടുക്കേണ്ടി വന്നു. ഇപ്പോൾ പോലും അത് ഓർക്കുമ്പോൾ എനിക്ക് വേദനയാണ്. ഇനിയൊരു കുഞ്ഞിനും ഈ ഭൂമിയിൽ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഒരവസ്ഥ ഉണ്ടായാൽ അവരുടെ കഴിവ് വെളിയിലെടുക്കാനാവാതെ എങ്ങനെയോ മാർക്ക് മേടിച്ച്, എന്തിനോ വേണ്ടി പഠിച്ച്, ആർക്കോ വേണ്ടി പഠിച്ച്, അച്ഛനമ്മമാര് പറയുന്നത് കേൾക്കാനോ കേൾക്കാതിരിക്കാനോ ഒക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, കുട്ടികളനുസരിക്കാതെ ഇരുന്നുകൊണ്ട് അവരുടെ ജീവിതമാണ് നഷ്ടപ്പെടുത്തുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്ത്, പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് പഠിച്ച് വലുതാകാനുള്ള അവസരം ഇവിടെ ഉണ്ടായിട്ടും അത് കണ്ടില്ല എന്ന് നടിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. അതുകൊണ്ടാണ്
ഞാൻ എൻ്റെ മിഷനായിട്ട്, അതായത് എൻ്റെ ജീവിത പദ്ധതിയായിട്ട് ഇങ്ങനൊരു കാര്യം തിരഞ്ഞെടുത്തതും അതിനു വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നതും. ഒരു ടീച്ചറിന് പറ്റും കുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കാൻ, അതിലേറെ ഒരമ്മയ്ക്ക് പറ്റും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ. ഒരമ്മയ്ക്കേ മനസ്സിലാവുള്ളൂ പെറ്റ വയറിൻ്റെ വേദന, ഒരച്ഛനേ മനസ്സിലാകത്തുള്ളൂ ഹൃദയത്തിൽ ചേർത്ത് നിർത്തുന്നതിൻ്റെ സുഖം. അതെ, അച്ഛനും അമ്മയും കൂടി ഒരു കുഞ്ഞിനെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ, അവരുടെ പഠന കാലഘട്ടത്തിൽ വളർത്തേണ്ട രീതിയിൽ വളർത്താൻ സാധിച്ചാൽ, അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അതാണ് A+. അല്ലാതെ കണ്ട് ക്ലാസ്സിൽ കിട്ടുന്ന പരീക്ഷയുടെ മാർക്ക് A+ അല്ല എന്ന് വെച്ച് കുട്ടികൾ പഠിക്കേണ്ടെന്നല്ല, മാർക്ക് വാങ്ങേണ്ടെന്നല്ല. ഈ ഒരു പാറ്റേൺ കുട്ടികൾക്ക് മനസ്സിലാകുമ്പോഴാണ് അവരുടെ ജീവിത വിജയത്തിന് വേണ്ട കാര്യങ്ങൾ അവർ സ്വയം ചെയ്യുന്നതും അവർ വിജയിക്കുന്നതും. നമ്മൾ കുഞ്ഞുങ്ങളെ ഒരേ ഒരു കാര്യം പഠിപ്പിച്ചാൽ മതി, അവരുടെയാണ് ജീവിതം, അതവരുടെ ഉത്തരവാദിത്തമാണ്. അതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ചെയ്ത് വിജയിക്കേണ്ടതെങ്ങനെ, അതൊരു ഗോള് സെറ്റ് ചെയ്ത് തന്നെ ആ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ ഓരോ കുട്ടിയും പരിശീലിക്കേണ്ടതെങ്ങനെ. ഇതൊക്കെയാണ് എനിക്ക് കുഞ്ഞുങ്ങളോടും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോടും ഒക്കെ പറയാനുള്ളത്. കാരണം ഒരു കുട്ടി നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ആ കുഞ്ഞിൻ്റെ ലൈഫിനെ ഒരുപാട് റെസ്പെക്റ്റോടെ വേണം കരുതാൻ. പക്ഷെ പലപ്പോഴും അവനവൻ്റെ വഴിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് അവസാനം ചില സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു 20-21 വയസ്സാകുന്ന സമയത്ത് അവരുടെ മനസ്സ് കൈവിട്ടു പോയി എന്ന് പറഞ്ഞ് പിന്നീട് അതിനുള്ള മാർഗം തേടുന്നതിന് പകരം ഇപ്പോൾ മുതൽ, നിങ്ങളുടെ കുട്ടി ഏത് ക്ലാസ്സിലായിക്കോട്ടെ, ഇപ്പോൾ മുതൽ വളർത്തേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, നിങ്ങളുടെ വീട്ടിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവരെ ഗൈഡ് ചെയ്യാൻ പഠിച്ചാൽ മതി ഓരോ അച്ഛനും അമ്മയും. എനിക്ക് പലപ്പോഴും സങ്കടം വരുന്ന ഒരു കാര്യമാണ്, പഠനത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി, കുഞ്ഞുങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കി പേരൻസ് അവരെ എന്തെല്ലാവാ പറയുന്നത്. പക്ഷേ നമ്മൾ ബോധപൂർവം പരിശീലിച്ചിട്ടുണ്ടോ ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണമെന്ന്? നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടാണോ വന്ന് മക്കളെ വളർത്തുന്നത്? നമുക്ക് കേൾക്കാം, യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് കാണാം. പക്ഷേ ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റണം. അത് പറ്റുന്നില്ല പലർക്കും. എല്ലാ ദിവസവും ഞാൻ ഒരു കണ്ടന്റ് വെച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേരൻസിന് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേരൻസിന് കൊടുക്കുന്നുണ്ട്. ആ കണ്ടന്റ് എടുത്ത്, ആ ഒരു ആശയം എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും മക്കളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതിന് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ ഞാൻ വേണ്ട നിർദ്ദേശങ്ങൾ തരാം. എൻ്റെ ലക്ഷ്യം ഇതാണ്, ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ കഴിവുകൾ ഉണ്ടായിട്ടും കുഞ്ഞുങ്ങളുടെ കഴിവ് കാണാതെ പോകരുത്. അവർ ഭാവിയിൽ വിഷമിക്കരുത്, കുഞ്ഞുങ്ങൾ വിഷമിക്കരുത്. ഈ കുഞ്ഞുങ്ങൾ ഭാവിയിൽ വലിയ ആളുകളായിട്ട് ഈ രാജ്യത്തെ നയിക്കേണ്ടവര്, അവരെ വിഷമിക്കാൻ പാടില്ല. ആ ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഈ ആശയം ഇഷ്ടമായെങ്കിൽ കൃത്യമായി കമന്റ് എഴുതണം. അതുപോലെ തന്നെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും ഞാനവിടെ മെസ്സേജുകൾ തരുന്നുണ്ടാവും. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.